നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ലിസ്റ്റീരിയ ബാക്ടീരിയ ബാധ മാർക്ക് ആൻഡ് സ്പെൻസർ ഉൽപ്പന്നം അടിയന്തരമായി തിരിച്ചുവിളിക്കുന്നു. UK പ്രമുഖ സൂപ്പർമാർക്കറ്റ് ശൃംഖലയായ മാർക്ക് ആൻഡ് സ്പെൻസർ വിൽക്കുന്ന ഒരു പ്രത്യേക ഭക്ഷ്യോൽപ്പന്നത്തിൽ മാരകമായ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ഉൽപ്പന്നം അടിയന്തരമായി തിരിച്ചുവിളിക്കാൻ ഫുഡ് സ്റ്റാൻഡേർഡ്സ് ഏജൻസി നിർദ്ദേശം നൽകി. എമാൻഡസ് ട്രഫിൾ ഗൗഡ എന്ന ചീസ് ഉൽപ്പന്നത്തിലാണ് ലിസ്റ്റീരിയ മോണോസൈറ്റോജനസ് എന്ന ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ഒക്ടോബർ 9, 2026 കാലാവധി രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ഉൽപ്പന്നം വാങ്ങിയവർ അത് യാതൊരു കാരണവശാലും കഴിക്കരുതെന്നും അടുത്തുള്ള സ്റ്റോറുകളിൽ തിരികെ നൽകി മുഴുവൻ തുകയും കൈപ്പറ്റണമെന്നും കമ്പനി അറിയിച്ചു. ഫ്ലൂവിന് സമാനമായ കടുത്ത പനി, പേശിവേദന, വിറയൽ, ഛർദി, വയറിളക്കം എന്നിവയാണ് ലിസ്റ്റീരിയ ബാക്ടീരിയയുടെ പ്രധാന ലക്ഷണങ്ങൾ. സാധാരണക്കാരിൽ ഇത് ഗുരുതരമാകില്ലെങ്കിലും 65 വയസ്സിന് മുകളിലുള്ളവർ, ഗർഭിണികൾ, നവജാത ശിശുക്കൾ, പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവരിൽ ഇത് മെനിഞ്ചൈറ്റിസ് പോലുള്ള മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഗർഭഛിദ്രത്തിനും കാരണമായേക്കാം. രോഗബാധിതരാകുന്നവർ മറ്റുള്ളവർക്ക് രോഗം പകരാതിരിക്കാൻ കുറഞ്ഞത് 2 ദിവസമെങ്കിലും ജോലിയിൽ നിന്നോ സ്കൂളിൽ നിന്നോ മാറി ഐസൊലേഷനിൽ കഴിയണമെന്ന് NHS മുന്നറിയിപ്പ് നൽകി. ഫ്രിഡ്ജിലെ തണുത്ത താപനിലയിലും അതിവേഗം വളരാൻ കഴിയുന്നവയാണ് ഈ ബാക്ടീരിയകൾ. ലീമിംഗ്ടണിലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഇമിഗ്രേഷൻ റെയ്ഡ്, 3 അനധികൃത തൊഴിലാളികൾ അറസ്റ്റിൽ. UK വാർവിഷയറിലുള്ള ലീമിംഗ്ടൺ സ്പായിലെ പ്രശസ്തമായ ബോംബെ റെസ്റ്റോറൻറ്റിൽ ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം നടത്തിയ റെയ്ഡിൽ 3 ബംഗ്ലാദേശ് സ്വദേശികൾ അറസ്റ്റിലായി. റീജന്റ് സ്ട്രീറ്റിൽ പ്രവർത്തിക്കുന്ന ഈ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കൃത്യമായ രേഖകളില്ലാതെ അനധികൃതമായി ജോലി ചെയ്തു എന്ന കുറ്റത്തിനാണ് ഇവരെ പിടികൂടിയത്. സ്ഥാപന ഉടമയ്ക്കെതിരെ സിവിൽ പെനാൽറ്റി റഫറൽ നോട്ടീസ് അധികൃതർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആവശ്യമായ പരിശോധനകൾ നടത്താതെയാണ് ഇവർക്ക് ജോലി നൽകിയതെന്ന് തെളിഞ്ഞാൽ കനത്ത സാമ്പത്തിക പിഴ ഈടാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇമിഗ്രേഷൻ നിയമലംഘനങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് ആദ്യത്തെ ഒരു തവണ ഒരു തൊഴിലാളിക്ക് 45,000 പൗണ്ട് വരെയും, നിയമലംഘനം ആവർത്തിച്ചാൽ പരമാവധി 60,000 പൗണ്ട് വരെയും പിഴ ചുമത്താൻ പുതിയ നിയമപ്രകാരം സാധിക്കും. UK അനധികൃത കുടിയേറ്റത്തിനും തൊഴിലിനുമെതിരെ ഹോം ഓഫീസ് കർശന നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. മുൻപ് കോവൻട്രി ടയേഴ്സ് എന്ന സ്ഥാപനത്തിനും ഇത്തരത്തിൽ 45,000 പൗണ്ട് പിഴ ലഭിച്ചിരുന്നു. അനധികൃത തൊഴിൽ സംവിധാനങ്ങൾ പ്രാദേശിക തൊഴിലാളികളുടെ വേതനം കുറയ്ക്കുന്നതിനും സംഘടിത കുടിയേറ്റ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിനും കാരണമാകുമെന്ന് ഹോം ഓഫീസ് വക്താവ് വ്യക്തമാക്കി. സമീപകാലത്തായി UK ഇമിഗ്രേഷൻ റെയ്ഡുകളിൽ 77%, അറസ്റ്റുകളിൽ 83% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. UK പെൻഷൻകാർക്ക് സൗജന്യ TV ലൈസൻസ് പുനഃസ്ഥാപിക്കണമെന്ന് ശക്തമായ ആവശ്യം. UK എല്ലാ പെൻഷൻകാർക്കും 180 പൗണ്ട് വില വരുന്ന BBC TV ലൈസൻസ് സൗജന്യമായി നൽകണമെന്ന ആവശ്യവുമായി ക്യാമ്പയിനർമാർ രംഗത്ത്. 2020 വരുത്തിയ നിയമമാറ്റത്തിന് മുൻപ് 75 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ ലൈസൻസ് ലഭിച്ചിരുന്നു. എന്നാൽ നിലവിൽ ഡിപ്പാർട്ട്മെന്റ് ഫോർ വർക്ക് ആൻഡ് പെൻഷൻസിൽ പെൻഷൻ ക്രെഡിറ്റ് ആനുകൂല്യം കൈപ്പറ്റുന്ന അർഹരായവർക്ക് മാത്രമാണ് ഈ ഇളവ് ലഭിക്കുന്നത്. ഈ നിയമം മാറ്റി സാധാരണ വിരമിക്കൽ പ്രായമെത്തിയ എല്ലാ മുതിർന്ന പൗരന്മാർക്കും സർക്കാർ ധനസഹായത്തോടെ സൗജന്യ TV ലൈസൻസ് നൽകണമെന്ന് ആവശ്യപ്പെട്ട് പാർലമെൻറ്റ് വെബ്സൈറ്റിൽ ആരംഭിച്ച നിവേദനത്തിൽ ഇതിനകം 50,000-ലധികം ആളുകൾ ഒപ്പുവെച്ചു. ഭക്ഷണസാധനങ്ങളുടെ വിലയും യൂട്ടിലിറ്റി ബില്ലുകളും കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ പല വയോധികരുടെയും ഏക ആശ്വാസമായ ടെലിവിഷൻ കാണുന്നതിന് തുക ഈടാക്കുന്നത് അനീതിയാണെന്ന് നിവേദനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം തുടങ്ങിയ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം വരിക്കാരിൽ നിന്ന് TV ലൈസൻസ് ഫീ ഈടാക്കുമോ എന്ന ചോദ്യത്തിന് BBCയുടെ സ്വയംഭരണാധികാരം നിലനിർത്താൻ സ്ട്രീമിംഗ് സേവനങ്ങൾക്കുമേൽ ലെവിയോ നേരിട്ടുള്ള നികുതിയോ ഏർപ്പെടുത്തില്ലെന്ന് കൾച്ചറൽ സെക്രട്ടറി ലിസ നാൻഡി വ്യക്തമാക്കി. UK PR നിയമമാറ്റം, ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് ഇളവ് പ്രഖ്യാപിച്ച് ഹോം സെക്രട്ടറി. UK സ്ഥിര താമസാനുമതി ലഭിക്കുന്നതിനുള്ള യോഗ്യതാ കാലയളവ് 5 വർഷത്തിൽ നിന്ന് 10 വർഷമായി ഉയർത്താനുള്ള സർക്കാർ നീക്കത്തിൽ ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് ഇളവുകൾ നൽകിയേക്കുമെന്ന് ഹോം സെക്രട്ടറി ഷബാന മുഹമ്മദ് സൂചിപ്പിച്ചു. കുടിയേറ്റക്കാർക്ക് UK സ്ഥിരമായി തുടരുന്നത് കഠിനമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പുതിയ പരിഷ്കാരം കൊണ്ടുവരുന്നത്. എന്നാൽ UK പൗരന്മാരുടെ പങ്കാളികൾ, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, പ്രായമായവർ എന്നിവരെ ഈ കർശന നിയമങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതിനുള്ള ട്രാൻസിഷണൽ ക്രമീകരണങ്ങളെക്കുറിച്ച് ഹോം ഓഫീസ് ആലോചിക്കുന്നുണ്ട്. നയത്തിന് അന്തിമ രൂപം നൽകുന്നതിന് മുമ്പ് അപേക്ഷകരുടെ വ്യക്തിഗത കുടുംബ വരുമാനവും ഈ നിയമം കുട്ടികളുടെ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്നതും അധികൃതർ വിലയിരുത്തും. യോഗ്യതാ കാലയളവ് ഇരട്ടിയാക്കാനുള്ള തീരുമാനത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയർന്നുവരുന്നത്. പ്രഭുസഭയിലെ ജസ്റ്റിസ് ആൻഡ് ഹോം അഫയേഴ്സ് കമ്മിറ്റിക്ക് മുൻപാകെ സംസാരിക്കവേ ലഭിച്ച നിരവധി കൺസൾട്ടേഷൻ പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ മാറ്റങ്ങളെന്നും മുൻകാല പ്രാബല്യത്തോടെ നിയമം നടപ്പാക്കുമ്പോഴും നിലവിലെ സിസ്റ്റത്തിലുള്ള ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് ഇളവുകൾ നൽകുന്നത്
പരിഗണനയിലാണെന്നും ഹോം സെക്രട്ടറി വ്യക്തമാക്കി. ഉപേക്ഷിക്കപ്പെട്ട സൈനിക താവളങ്ങൾ അഭയാർത്ഥി ക്യാമ്പുകളാക്കാൻ UK പുതിയ പദ്ധതി പ്രഖ്യാപിച്ച് ഹോം സെക്രട്ടറി. UK-യിൽ അനധികൃതമായി എത്തുന്ന അഭയാർത്ഥികൾക്ക് താമസമൊരുക്കുന്നതിനായി രാജ്യത്തെ ഉപേക്ഷിക്കപ്പെട്ട സൈനിക താവളങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്ന് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് പ്രഖ്യാപിച്ചു. ലേബർ പാർട്ടിയുടെ ദീർഘകാല അഭയാർത്ഥി പുനരധിവാസ തന്ത്രത്തിന്റെ പ്രധാന ഭാഗമാണിതെന്ന് പ്രഭുസഭയിലെ ജസ്റ്റിസ് ആൻഡ് ഹോം അഫയേഴ്സ് കമ്മിറ്റിക്ക് മുൻപാകെ അവർ വ്യക്തമാക്കി. നിലവിൽ അഭയാർത്ഥികളെ താമസിപ്പിക്കാൻ ഹോട്ടലുകൾ ഉപയോഗിക്കുന്നത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ പുതിയ നീക്കം. അടുത്ത പൊതുതെരഞ്ഞെടുപ്പിന് മുൻപായി ഹോട്ടലുകളിലെ അഭയാർത്ഥി താമസം പൂർണ്ണമായും അവസാനിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി നോർത്ത് യോർക്ക്ഷയറിലെ മുൻ RF സ്റ്റേഷൻ, ഓക്സ്ഫോർഡ്ഷയറിലെ MOD ബിസെസ്റ്റർ, സഫോക്കിലെ RAF ബർണാം എന്നീ 3 മുൻ സൈനിക താവളങ്ങളിലായി 3750ഓളം അഭയാർത്ഥികളെ താമസിപ്പിക്കാനുള്ള അനുമതിക്കായി ഹോം ഓഫീസ് അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ നിലവിലുള്ള 2 പ്രതിരോധ മന്ത്രാലയ സൗകര്യങ്ങൾ വികസിപ്പിച്ച് 1750 പേർക്ക് കൂടി ഇടമൊരുക്കാനും പദ്ധതിയുണ്ട്. എന്നാൽ ഈ നീക്കത്തിനെതിരെ പ്രാദേശിക നിവാസികളിൽ നിന്നും കൗൺസിലുകളിൽ നിന്നും ശക്തമായ പ്രതിഷേധവും നിയമ നടപടികളും ഉയർന്നു വരുന്നുണ്ട്. ശമ്പളമില്ലാത്ത കെയർമാർക്കും രോഗബാധിതരായ കുട്ടികളുടെ മാതാപിതാക്കൾക്കും തൊഴിൽ അവകാശ പരിഷ്കാരം. UK സർക്കാർ ചർച്ചകൾ ആരംഭിച്ചു. UK-യിൽ പ്രതിഫലമില്ലാതെ പ്രായമായവരെയോ രോഗികളെയോ പരിചരിക്കുന്ന ജീവനക്കാരുടെയും മാരക രോഗബാധിതരായ കുട്ടികളുടെ മാതാപിതാക്കളുടെയും തൊഴിൽ അവകാശങ്ങൾ പരിഷ്കരിക്കുന്നതിനായി സർക്കാർ പൊതുജനങ്ങളുമായി ചർച്ചകൾ ആരംഭിച്ചു. ജൂൺ 9, 2026 ആരംഭിച്ച ഈ കൺസൾട്ടേഷൻ നടപടികൾ സെപ്റ്റംബർ 1 വരെ നീണ്ടു നിൽക്കും. നിലവിലെ നിയമങ്ങൾ എത്രത്തോളം ഫലപ്രദമാണെന്ന് വിലയിരുത്താനും കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നിലവിലുള്ള 2023 കെയർസ് ലീവ് ആക്ട് പ്രകാരം ജീവനക്കാർക്ക് വർഷത്തിൽ 5 ദിവസം വരെ ശമ്പളമില്ലാത്ത അവധിക്ക് അവകാശമുണ്ട്. പുതിയ നിർദ്ദേശപ്രകാരം ഈ അവധി 6 മുതൽ 10 ദിവസം വരെയായി ഉയർത്താനും ഇതിൽ ചില ദിവസങ്ങളിൽ ശമ്പളത്തോടു കൂടിയ അവധി നൽകാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. ദീർഘകാല അവധിക്ക് ശേഷം ജോലിയിൽ തിരിച്ചെത്തുന്നവർക്ക് പ്രസവാവധിക്ക് സമാനമായ തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കാനും പദ്ധതിയുണ്ട്. കൂടാതെ മാരകമായി രോഗബാധിതരായ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് പ്രത്യേക അവധിയും സാമ്പത്തിക സഹായവും നൽകുന്ന ഹ്യൂസ് ലോ നടപ്പാക്കുന്ന കാര്യവും പരിഗണനയിലാണ്. ജീവനക്കാരുടെ ആവശ്യങ്ങളും ബിസിനസ് മേഖലയുടെ സാമ്പത്തിക സ്ഥിതിയും സന്തുലിതമാക്കിക്കൊണ്ടാകും അന്തിമ തീരുമാനം എടുക്കുക. ഇംഗ്ലണ്ട് ലോകകപ്പ് ജയിച്ചാൽ അധിക ബാങ്ക് ഹോളിഡേ പ്രഖ്യാപനവുമായി പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ. ബ്രിട്ടനിലാകെ നുരഞ്ഞുപൊന്തുന്ന ഫുട്ബോൾ ആവേശത്തിന് മാറ്റുകൂട്ടി ഇംഗ്ലണ്ട് ലോകകപ്പ് ജേതാക്കളായാൽ രാജ്യത്ത് ഒരു അധിക പൊതു അവധി നൽകുന്ന കാര്യം പരിഗണനയിലുണ്ടെന്ന് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ പ്രഖ്യാപിച്ചു. ഹാരി കെയ്നും സംഘവും കഴിഞ്ഞ 60 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പിൽ മുത്തമിട്ടാൽ രാജ്യവ്യാപകമായി ആഘോഷിക്കാൻ പൊതു അവധി നൽകുമെന്ന് സർക്കാർ വൃത്തങ്ങളും സ്ഥിരീകരിച്ചു. നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ അങ്കാറയിലെത്തിയപ്പോഴാണ് കടുത്ത ഫുട്ബോൾ ആരാധകനായ പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് ഈ സൂചന നൽകിയത്. സാധാരണയായി അധിക പൊതു അവധികൾ അനുവദിക്കുന്നത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സാമ്പത്തിക ആഘാതം ഉണ്ടാക്കുമെന്നതിനാൽ ധനകാര്യ മന്ത്രാലയം ഇത്തരം ആവശ്യങ്ങൾ നിരസിക്കാറാണ് പതിവ്. അടുത്തിടെ UK-യിൽ പ്രത്യേക പൊതു അവധി നൽകിയത് 2022 എലിസബത്ത് രാജ്ഞിയുടെ കിരീടധാരണത്തിന്റെ 70ാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു. ഇതേ വർഷം ഇംഗ്ലീഷ് വനിതാ ടീം യൂറോ കപ്പ് നേടിയപ്പോഴും ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച പുരുഷ ടീമിന്റെ കളിക്ക് ശേഷവും അവധി വേണമെന്ന ആവശ്യങ്ങൾ ഉയർന്നു വന്നിരുന്നുവെങ്കിലും സർക്കാർ അത് അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ ഇത്തവണ ലോകകപ്പ് വിജയം കൈവരിച്ചാൽ രാജ്യം വലിയൊരു അവധിക്ക് സാക്ഷ്യം വഹിക്കുമെന്നാണ് സൂചന. ലണ്ടനിൽ ഇന്ത്യൻ കുടുംബത്തിന്റെ മരണം. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്ത്. ലണ്ടനിലെ 45 നിലകളുള്ള ആഡംബര റെസിഡൻഷ്യൽ ടവറിൽ നിന്ന് വീണ് മരിച്ച ഇന്ത്യൻ ദമ്പതികളുടെ 9 വയസ്സുകാരനായ മകന്റെയും മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന് ലണ്ടൻ ഇന്നർ സൗത്ത് കൊറോണർ കോടതിയിൽ ആരംഭിച്ച ഇൻക്വസ്റ്റിൽ വ്യക്തമായി. സൗത്ത് ലണ്ടനിലെ എലിഫന്റ് ആൻഡ് കാസിലുള്ള ഹൈ പോയിന്റ് ടവറിന്റെ 36ാം നിലയിൽ നിന്ന് വീണ് മരിച്ച പ്രൊജക്ട് മാനേജറായ രാകേഷ് പൈ, ഭാര്യ അദിതി പരൽക്കർ, മകൻ സിദ്ധാർത്ഥ് എന്നിവരുടെ ശരീരത്തിലുണ്ടായ കടുത്ത പരിക്കുകളാണ് മരണകാരണമെന്ന് കണ്ടെത്തി. സംസാരിക്കാൻ കഴിയാത്തതും വൃക്കരോഗം ഉൾപ്പെടെയുള്ള കടുത്ത ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിട്ടിരുന്നതുമായ മകന്റെ ആരോഗ്യസ്ഥിതിയാണ് കുടുംബത്തെ മാനസികമായി തളർത്തിയത്. കുട്ടിയുടെ ചികിത്സയ്ക്കായി 6 വർഷം മുമ്പ് മുംബൈയിലേക്ക് മടങ്ങിയ കുടുംബം കാര്യമായ പുരോഗതിയില്ലാത്തതിനാൽ കഴിഞ്ഞ വർഷമാണ് വീണ്ടും UK-യിലേക്ക് തിരിച്ചെത്തിയത്. സംഭവത്തിന് തൊട്ടുമുൻപും കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. കെട്ടിടത്തിൽ നിന്ന് വീണ ഉടൻ തന്നെ 3 പേരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചതായി അധികൃതർ സ്ഥിരീകരിച്ചു. മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ ടോക്സിക്കോളജി ഉൾപ്പെടെയുള്ള വിപുലമായ ശാസ്ത്രീയ പരിശോധനകളും ഫോറൻസിക് അന്വേഷണങ്ങളും തുടരുകയാണ്. ഇതിന്റെ അന്തിമ റിപ്പോർട്ട് ലഭിക്കാൻ 6 മാസത്തോളം എടുക്കും.
ഇംഗ്ലണ്ടിലെ കെന്റ് അയ്യപ്പ ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ബലിതർപ്പണ ചടങ്ങുകൾ ഓഗസ്റ്റ് 12-ന്. യുകെയിലെ പ്രമുഖ ഹൈന്ദവ ആരാധനാലയമായ കെന്റ് അയ്യപ്പ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ഈ വർഷത്തെ കർക്കിടക വാവ് ബലിതർപ്പണ ചടങ്ങുകൾ വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുന്നു. കൊല്ലവർഷം 2026 ഓഗസ്റ്റ് 12 ബുധനാഴ്ച രാവിലെ 11:30 മുതലാണ് ചരിത്രപ്രസിദ്ധമായ റോച്ചസ്റ്ററിലെ മെഡ്വേ നദീതീരത്ത് ആചാരപ്രകാരമുള്ള പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ആത്മീയമായും ആചാരപരമായും ഏറെ സുപ്രധാനമായ മെഡ്വേ നദിയുടെ പവിത്രത നിറഞ്ഞ തീരത്ത് യുകെയിലെ നൂറുകണക്കിന് പ്രവാസി മലയാളി ഭക്തർ തങ്ങളുടെ പിതൃക്കൾക്ക് ബലി അർപ്പിക്കാൻ ഒത്തുചേരും. ശ്രീ അഭിജിത്ത് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പരമ്പരാഗത ശൈലിയിലുള്ള ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുക. ബലിതർപ്പണത്തിന് ശേഷം ഭക്തജനങ്ങൾക്ക് തങ്ങളുടെ പിതൃക്കളുടെ ആത്മശാന്തിക്കായി തിലഹവനം, പിതൃപൂജ, സായുജ്യ പൂജ, സുകൃത ഹോമം തുടങ്ങിയ പ്രത്യേക വഴിപാടുകൾ നടത്തുന്നതിനുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വടക്കേ വെളിയില്ലം ശ്രീ വിഷ്ണുരവി തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ തിലഹവനവും താഴൂർ മന ശ്രീ ഹരിനാരായണൻ തിരുമേനിയുടെ മേൽനോട്ടത്തിൽ സായുജ്യ പൂജയും സുകൃതഹോമവും നടക്കും. ചടങ്ങുകൾ പൂർത്തിയായ ശേഷം ഭക്തർക്ക് കെന്റ് അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്താനും മറ്റ് പ്രത്യേക വഴിപാടുകൾ കഴിപ്പിക്കാനും അവസരമുണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും ക്യൂ മലയാള UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ ക്യൂ മലയാള UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.